ലോഗോസ് ക്യൂസ് 2024 ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദെബോറയെയും ബാറക്കിനെയും കുറിച്ച് പറയുന്ന അധ്യായം ഏത്? ഉത്തരം ന്യായാധിപന്മാർ 4-ാം അധ്യായം. രണ്ടാമത്തെ ചോദ്യം, യേഹൂദിന് ശേഷം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തതുകൊണ്ട് ഇസ്രായേലിനെ വിട്ടുകൊടുത്തത് ആർക്കാണ്? ഉത്തരം യാബീൻ. മൂന്നാമത്തെ ചോദ്യം, യാബീൻ ആരായിരുന്നു? ഉത്തരം ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവ്. നാലാമത്തെ ചോദ്യം, കാനാൻ രാജാവായ യാബീൻ്റെ സേനാപതി ആരായിരുന്നു? ഉത്തരം സിസേറ. അഞ്ചാമത്തെ ചോദ്യം, സേനാപതി സിസേറ വസിച്ചിരുന്നത് എവിടെയാണ്? ഉത്തരം ഹറോഷെത്ത് ഹഗോയിമിൽ. ആറാമത്തെ ചോദ്യം, സേനാപതി സിസേറയ്ക്ക് എത്ര ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു? ഉത്തരം 900. ഏഴാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനത്തെ 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ചതാരാണ്? ഉത്തരം സിസേറ. എട്ടാമത്തെ ചോദ്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്ന പ്രവാചിക ആരാണ്? ഉത്തരം ദെബോറ. ഒൻപതാമത്തെ ചോദ്യം, ദെബോറ ആരായിരുന്നു? ഉത്തരം അന്നു ലെപ്പിദോത്തിൻ്റെ ഭാര്യ. പത്താമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 4-ാം അധ്യായം 4-ാം വാക്യമനുസരിച്ച് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നതാരാണ്? ഉത്തരം ദെബോറ. 11ാമത്തെ ചോദ്യം, എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബെഥേലിനും ഇടയ്ക്കുള്ള ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ പതിവായി ഇരിക്കാറുള്ളത് ആരായിരുന്നു? ഉത്തരം ദെബോറ. 12ാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനം എന്തിനു വേണ്ടിയാണ് ദെബോറയെ സമീപിച്ചിരുന്നത്? ഉത്തരം വിധി തീർപ്പിനു വേണ്ടി. 13ാമത്തെ ചോദ്യം, അബിനോവാമിൻ്റെ മകൻ ആര്? ഉത്തരം ബാറക്. 14ാമത്തെ ചോദ്യം, നഫ്താലിയുടെയും സെബലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേരെ താബോർ മലയിൽ അണിനിരത്താനാണ് ദെബോറ ബാറക്കിനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം 10,000 പേരെ. 15ാമത്തെ ചോദ്യം, കിഷോൺ നദിയുടെ സമീപത്തു വച്ച് ആരെ എതിർക്കുന്നതിനാണ് ദൈവമായ കർത്താവ് ഇടയാക്കുമെന്ന് ദെബോറ പ്രവചിക്കുന്നത്? ഉത്തരം ബാറക്കിനെ യാബീൻ രാജാവിൻ്റെ സേനാപതി സിസേറ. 16ാമത്തെ ചോദ്യം, നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. ആരോട് പറഞ്ഞു? ഉത്തരം ബാറക് ദെബോറയോട്. 17ാമത്തെ ചോദ്യം, ദെബോറയും ബാറക്കും ഒന്നിച്ചു പോയതെവിടേക്കാണ്? ഉത്തരം കേദശിലേക്ക്. 18ാമത്തെ ചോദ്യം, ബാറക് കേദശിൽ വിളിച്ചുകൂട്ടിയ ഇസ്രായേൽ ഗോത്രങ്ങൾ ഏതൊക്കെ? ഉത്തരം സെബലൂൺ, നഫ്താലി ഗോത്രങ്ങൾ. 19ാമത്തെ ചോദ്യം, ബാറക്കിൻ്റെ പിന്നിൽ എത്ര പടയാളികളാണ് അണിനിരന്നത്? ഉത്തരം 10,000.
20-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 4-ാം അധ്യായം 11-ാം വാക്യമനുസരിച്ച് മോശയുടെ അമ്മായിയപ്പൻ ആര്? ഉത്തരം ഹോബാബ്. 21-ാമത്തെ ചോദ്യം, ഹോബാബിൻ്റെ വംശജർ ആര്? ഉത്തരം കേന്യർ. 22-ാമത്തെ ചോദ്യം, കേദിഷിനടുത്ത് സാനാനിമിലെ ഓക്കുമരത്തിനു സമീപം പാളയമടിച്ച കേന്യ വംശജൻ ആര്? ഉത്തരം ഹേബർ. 23-ാമത്തെ ചോദ്യം, അബിനോവാമിൻ്റെ മകനായ ബാറാക്ക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് കേട്ടതാര്? ഉത്തരം സിസേറ. ന്യായാധിപന്മാർ 4-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.